മുഹമ്മദ് നബിയാണ് എല്ലാറ്റിനും കാരണം, ഖുർആനാണ് എല്ലാറ്റിനും കാരണം. ആയിക്കോളൂ, വിരോധമൊന്നുമില്ല. ശശികല ടീച്ചറോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പെണ്ണാണ് ഒന്ന് മറന്നു പോകരുത് എന്ന് മാത്രമാണ്. ഒരു പെണ്ണ് എപ്പോഴും കാരുണ്യത്തിന്റെ മൂർത്തി രൂപമാണ്, രൗദ്രഭാവത്തിന്റെ രൂപമല്ല പെണ്ണ്. ഭാരതത്തിന് പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പം പോലും എന്താ? ആണിനേക്കാൾ വികാരം, ആണിനേക്കാൾ പിന്നെ ത്രില്ല് പെണ്ണിന് പാടില്ല. പെണ്ണ് കുഞ്ഞിന് പാലൂട്ടുന്ന കാരുണ്യത്തിന്റെ പ്രതിരൂപമാണ്. കാളത്തർപ്പത്തിന്റെ രൂപമല്ല പെണ്ണിന്. അത് മുസ്ലിം പെണ്ണായാലും ഹിന്ദു പെണ്ണായാലും പാടില്ല. അടക്കം വേണമാണ് പെണ്ണിന്. മനസ്സിലായില്ലേ? സ്ത്രീകൾ ആലോചിച്ചേ, നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പിതാരക്ഷിതി കൗമാരെ ഭർത്താരക്ഷിതി യൗവനെ പുത്രോരക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവരെ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി എങ്ങനെ? പെണ്ണിന്റെ കുടുംബത്തിന്റെ കെടാവളക്കാണ്. പെണ്ണ് പേടിപ്പെടുത്തുന്ന രൂപമല്ല. ഒരു ടീമിനെ മുഴുവനും ഭീകരവാദികളും. ഇനി ഞാൻ വളരെ തുറന്നു പറയും, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സർക്കാർ നൽകുന്ന ഏത് നല്ല ആനുകൂല്യവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന. ഹിന്ദുക്കളുടെ ആനുകൂല്യം കുറയുന്നു, ഹിന്ദുക്കൾ ഇവിടെ അടിച്ചമർത്തപ്പെടുന്നു, അതൊക്കെ പ്രസംഗിക്കാൻ പറ്റും. കൂട്ടത്തിലുള്ള തരക്കെടിലിട്ട് നിങ്ങൾ ഉഷാറാ ടീച്ചറെ എന്ന് പറയാൻ പറ്റും. പക്ഷേ വിലമതിക്കുന്നവരും വിലയിരുത്തുന്നവരും, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നിങ്ങൾ എന്നെ ആലോചിച്ചു, ഒരു പള്ളി പ്രശ്നമോ ഒരു ക്ഷേത്ര പ്രശ്നമോ ഒരു ബാബരി മസ്ജിദ് പ്രശ്നമൊക്കെ ഉണ്ടായാൽ ഇന്ത്യയിൽ എത്ര പേര് അതിനോടൊപ്പം ഉണ്ട്? കുറഞ്ഞ ആളുകളല്ലേ ഉള്ളത്. മുസ്ലിങ്ങളെല്ലാരും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചേ, മാറാടും പൂനാടും ഒക്കെ കലാപുണ്ടായതിനെ മുസ്ലിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഇവിടെ വന്ന് അതിനെതിരെ പ്രസംഗിക്കുകയത് അല്ലേ? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? തിന്മയെ എതിർക്കുന്ന ഭൂരിപക്ഷത്തിന്റെ കൂട്ടായ്മ. നമ്മളൊന്നല്ലേ? എല്ലാ ടീമിലൂടെ കുറ്റവാളികളെ കുറച്ച് എല്ലാരും കൂടി ഓല മൂലക്കാക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഹിന്ദുക്കളിൽ അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ഓലോട് എന്ത് ചെയ്യുക? ഹിന്ദു ഭൂരിപക്ഷം പറയാം, ഞങ്ങളായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളില്ല. അതിനുള്ള ഒരു ധൈര്യം ഹിന്ദുക്കൾക്ക് ഉണ്ടാവും. മുസ്ലിങ്ങൾ പലപ്പോഴും കാണിച്ചു. നിങ്ങൾക്കറിയാലോ, കാശ്മീരിൽ പോയി മരിച്ച മകനെ എനിക്ക് കാണണ്ടെന്നൊരു ഉമ്മ പറഞ്ഞു. മറിച്ച് മറുഭാഗത്ത് ആര് പറഞ്ഞു? ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ വിലയിരുത്തി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനീതിക്ക് കൂട്ടിനിൽക്കില്ല ഈ മതം. ഈ മതത്തിന്റെ അധ്യാപനങ്ങൾ എങ്ങനെയാണ്? ഈ മതം പഠിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒന്നായി, അല്ലേ, സ്നേഹം പകരുന്ന ആളുകളായി ശരിക്കതല്ലേ ഉണ്ടാവേണ്ടത്? ഞാൻ പലപ്പോഴും എനിക്ക് ഒരു സമയത്ത് ഈ ശശികല ടീച്ചർക്ക് ന്യായമായൊരു മറുപടി പറയേണ്ടി വന്നു. ഒരു സ്ഥലത്ത് ഞാൻ ടീച്ചറോട്, ടീച്ചറെ നിങ്ങളൊരു അമ്മയാവേണ്ടവരല്ലേ, ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ മുസ്ലിം കുട്ടികളോട് നിങ്ങളെ വികാരം എന്താണ്? അവർ നിങ്ങളെ പേടിക്കില്ലേ? ഒരമ്മ എന്ന വികാരത്തിൽ ടീച്ചറേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മടിയിലേക്ക് വന്നിരിക്കേണ്ട പിഞ്ചു പൈതങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ളത് എന്താണ്? അതുകൊണ്ട് എന്ത് നേട്ടം എന്ന് ഞാൻ ആ നാട്ടിൽ പ്രസംഗിച്ചു. അവിടുത്തെ ഹിന്ദുക്കളും ഇത് മനസ്സിലാക്കി. ഞാൻ പറയുന്നത്, നമുക്ക് ഭീകരവാദി പെണ്ണിനെ വേണ്ട, ഭീകരവാദി മുസ്ലിം പെണ്ണിനെ വേണ്ട, ഭീകരവാദി ഹിന്ദു പുരുഷനെ വേണ്ട, ഭീകരവാദി മുസ്ലിം പുരുഷനെ വേണ്ട. നമുക്ക് ഭീകരവാദികളെ വേണ്ട. അങ്ങനെ തീരുമാനിച്ചേളി, എല്ലാരും കൂടി അങ്ങനെ തീരുമാനിച്ചേളി. കള്ളുകുടിയന്മാരെ വേണ്ട. നിങ്ങൾ ആലോചിച്ചേ, ഹിന്ദു സമൂഹത്തിലെ കള്ളുകുടിയന്മാർ നല്ലതാണ് ചെയ്യുന്നത്, ആ കള്ളുകുടി തെറ്റല്ല ഹിന്ദുക്കൾക്ക് വാദമുണ്ടോ? മുസ്ലിങ്ങൾക്കിടയിലെ കള്ളുകുടിയന്മാർ ചെയ്യുന്നത് തെറ്റല്ലാന്ന് മുസ്ലിങ്ങൾക്ക് വാദമുണ്ടോ? ഹിന്ദു കുടിച്ചാലും മുസ്ലിം കുടിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരൻ കുടിച്ചാലും കള്ളാണ്, ദോഷമാണ്, കുഴപ്പമാണ്, കുടുംബത്തിൽ ഛിദ്രതയാണ്, ആക്സിഡന്റ് ഉണ്ടാകും. എങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പറ, കള്ളുകുടി ശരിയല്ല. അതുപോലെ പറ, ഠാക്കൂറുകൾ നമുക്ക് വേണ്ട, ഉമാഭാരതി നമുക്ക് വേണ്ട, സിംഗാള് നമുക്ക് വേണ്ട, അതുപോലെ നമുക്ക് ബില്ലാദന്മാർ വേണ്ട, തീവ്രവാദികൾ വേണ്ട, അതുപോലെ കസബ് വേണ്ട, അജ്മൽ കസബ്